ഹലോ എവരി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോർ എന്നാണ് പറയുന്നത്. അപ്പോൾ സോർ സ്റ്റാൻഡ്സ് ഫോർ സെക്യൂരിറ്റി ഓർക്കസ്ട്രേഷൻ ഓട്ടോമേഷൻ ആൻഡ് റെസ്പോൺസ്. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സിഎമ്മിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് സോർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കണ്ടു ഓർക്കസ്ട്രേഷൻ ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും ഓരോ മെയിൻ ഫങ്ഷൻസ് ആണ് ഈ മൂന്ന് ടേമും ഡിനോട്ട് ചെയ്യുന്നത്. ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സെക്യൂരിറ്റി ടൂൾസ് നമ്മളൊരു സിസ്റ്റത്തിൽ, അതായത് ഒരു IT ഓർഗനൈസേഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ടൂൾസ് യൂസ് ചെയ്യും. ഫയർവാൾ, ആന്റിവൈറസ്, ഇമെയിൽ, അതുപോലെ സെയിം. ഇതെല്ലാം ഈ ടൂൾസിനെ എല്ലാം കണക്ട് ചെയ്യുന്നതിനെയാണ് ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് വരുമ്പോൾ ഈ സസ്പീഷ്യസ് ആയിട്ടുള്ള IP കണ്ടാൽ അത് ബ്ലോക്ക് ചെയ്യാനും, അതുപോലെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതും, ഇങ്ങനെയുള്ള റിപ്പീറ്റീവ് ആയിട്ടുള്ള ടാസ്ക് എല്ലാം ഇത് ഓട്ടോമേഷൻ, അതായത് ഓട്ടോമാറ്റിക്കലി അത് ആക്ഷൻസ് ചെയ്യുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ ഫംഗ്ഷനിൽ കാണിക്കുന്നത്. ഇനി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സസ്പീഷ്യസ് ആക്ടിവിറ്റി കണ്ട് അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്യൂരിറ്റി അനലിസ്റ്റിനെ ഗൈഡ് ചെയ്ത് ഫാസ്റ്റർ ആയിട്ട് അതിന് അല്ലെങ്കിൽ ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ ആയിട്ട് സെക്യൂരിറ്റി ഇൻസിഡൻസിനെ എല്ലാം ഈ അനലിസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഈ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് സോറിൽ 3 മെയിൻ ഫങ്ഷൻസ് ആണ്: ഓർക്കസ്ട്രേഷൻ, ഓട്ടോമേഷൻ ആൻഡ് റെസ്പോൺസ്. അപ്പോൾ ഇത് നമുക്ക് ഈ സോർ ഇല്ലാതെയാണ് നമ്മളൊരു ഓർഗനൈസേഷനിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് സിഎം ടൂൾ മാത്രമേ ഇതിലുള്ളൂ എങ്കിൽ സിഎമ്മിന്റെ ഫംഗ്ഷൻ എന്താ? എല്ലാ സിസ്റ്റത്തിൽ വരുന്ന ലോഗ്സും അത് ക്യാപ്ചർ ചെയ്യും, കളക്ട് ചെയ്ത ശേഷം പിന്നെ അതിലെന്തെങ്കിലും അനോമലീസ് അല്ലെങ്കിൽ ത്രെറ്റ് ഉണ്ടെങ്കിൽ, സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അലേർട്ട് ജനറേറ്റ് ചെയ്യും, കോറിലേറ്റ് ചെയ്യും. അതായത് മൾട്ടിപ്പിൾ ഡിവൈസസ് ഇതെല്ലാം ഇതുപോലെ ലോഗ്സ് കളക്ട് ചെയ്ത് ഒരു ബിഗർ അറ്റാക്കിനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി അനലിസ്റ്റ്, അതായത് മാനുവൽ ആയിട്ടുള്ള ഒരു പവർ ആണ് സെയിം സിസ്റ്റത്തിൽ അത് ചെയ്യേണ്ടി വരുന്നത്. അതായത് സെയിം ഫസ്റ്റ് ഇതില് വിത്തൗട്ട് സോർ എന്ന് ഇപ്പൊ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ ഒരു സസ്പീഷ്യസ് IP, ഇപ്പൊ ഒരു ഫെയിൽഡ് ലോഗിൻ അറ്റംപ്റ്റ്സ്, മോർ ദാൻ 20 ലോഗിൻ അറ്റംപ്റ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഉടനടി സെയിം അലേർട്ട് ജനറേറ്റ് ചെയ്യും. പിന്നെ വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം മാനുവൽ ആയിരിക്കും. സെക്യൂരിറ്റി അനലിസ്റ്റ് ഈ കിട്ടിയ IP-നെ ഗൂഗിൾ ചെയ്ത്, അതായത് വൈറസ് ടോട്ടലിൽ ആ ടൂള് വെച്ച് ചെക്ക് ചെയ്തിട്ട് അതിൽ സസ്പീഷ്യസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ വേഗം ബ്ലോക്ക് ചെയ്യും IP-നെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് 10 to 20 മിനിറ്റ്സ് മാനുവലി വേണം. അപ്പൊ വിത്തൗട്ട് സോർ ആണെങ്കിൽ ഇതുപോലെ ഇതിൽ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷെ നമ്മളിപ്പോ ഇതിനകത്ത് സിഎമ്മിന്റെ അകത്ത് ഒരു സോറും കൂടി ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്ത അലേർട്ടിൽ ഈ ഓട്ടോമാറ്റിക്കലി ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് ഈ അനലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ സസ്പീഷ്യസ് IP-നെ ബ്ലോക്ക് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ സോർ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആക്കും. അപ്പൊ ഇത്രയും വരുന്ന സമയം എന്ന് പറയുന്നത് ലെസ് ദാൻ 1 മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതില് മെയിൻ ഫങ്ഷൻസ് എന്ന് പറഞ്ഞത്. ഓട്ടോമേഷൻസ് ഉള്ളത് കൊണ്ടാണ് ഇതിൽ റിപ്പീറ്റീവ് ടാസ്ക് എല്ലാം അത് പെട്ടെന്ന് ലെസ് ദാൻ 1 മിനിറ്റിൽ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നത്. മാത്രമല്ല സെക്യൂരിറ്റി അനലിസ്റ്റിന് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ത്രെഡ്സിനെ ഹാൻഡിൽ ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനും സാധിക്കും. ഇതാണ് സിഎമ്മും സോറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. അപ്പൊ സോറും സിഎമ്മും എന്ന് പറയുമ്പോൾ സിഎം എന്താ ചെയ്യുന്നത്? ലോഗ്സ് കളക്ട് ചെയ്ത് ത്രെറ്റ് അനലൈസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. സോർ എന്ന് പറയുന്നത് ഇതിൽ അലേർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്കിനെല്ലാം ഓട്ടോമേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യും, ത്രെറ്റിന് റെസ്പോണ്ട് ചെയ്യും. ഇനി ഇതിന് ടൂൾസ് മെയിൻ ആയിട്ട് സിഎമ്മിൽ വരുന്നത് സ്പ്ലങ്ക് ഉണ്ട്, ക്യൂറിഡർ, സെന്റിനൽ. അപ്പൊ ഇത്രയും ടൂൾസ് ഇപ്പൊ ഏതെങ്കിലും ഒരു ടൂളെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂവിന്റെ സമയത്ത് അത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലാണെങ്കിൽ അതുപോലെ സോർ ടൂൾ എന്ന് പറയുന്നത് പാലോ ആൾട്ടോ ഉണ്ട്, എക്സോർ, സ്പ്ലങ്ക്, സോർ, ടൈംസ് എന്ന് പറയുന്ന ടൂൾസ്, ഇതൊക്കെ സോറിന്റെ ടൂളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൂളിനെ പറ്റിയിട്ട് തറവായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം യൂസ്ഫുൾ ആണ് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അനലിസ്റ്റ് റോൾ, ഇതിൽ സെയിമിൽ അനലിസ്റ്റ് റോൾ എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ്, അലേർട്ട് ആണ്. ഇത് റെസ്പോണ്ട് ഫാസ്റ്റർ യൂസിങ് ഓട്ടോമേഷൻ ആയതുകൊണ്ട് ഫാസ്റ്റർ ആൻഡ് സ്മാർട്ടർ ആയിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റിന്
റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സീമിന്റെ ഈ ഒരു സോർ ഞാനൊരു സെന്റിനൽ ട്രൈ ഹാക്മിയിൽ ഒരു പേജ് ഉണ്ട് സെന്റിനൽ. അപ്പോൾ അതിന്റെ ക്ലാസ് നമുക്ക് ഇനി ഫോളോയിങ് ക്ലാസ്സസിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എക്സാമ്പിൾസ് ഓഫ് സോർ ടൂൾസ് ഇപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടു ഇത്രയും ടൂൾസ് ആണ് സോർ ടൂൾ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് കുറച്ചും കൂടി ബ്രീഫ് ആയിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൂ. അപ്പൊ സീമും സോർ എന്ന് പറഞ്ഞാൽ സീം മാനുവൽ ആയിട്ട് കുറേയധികം സമയം വേണം ഇത് അലേർട്ടിനെ അനലൈസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാനായിട്ട്. പക്ഷെ സോറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലെസ് ദാൻ 1 മിനിറ്റ്, അതായത് ഓട്ടോമേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഈ സോർ യൂസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി സ്മാർട്ടർ ആൻഡ് ഫാസ്റ്റർ ആയിട്ട് സെക്യൂരിറ്റി അനലിസ്റ്റിന് ത്രെറ്റ് എല്ലാം റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.